ഒരുപാട് നിസ്കാരം ഖളാ ഉണ്ട്, ഇതൊക്കെ വീട്ടണമല്ലോ എന്നൊരു ചിന്ത പലപ്പോഴും നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ കൂട്ടുകാരെ, റബ്ബ് നമ്മളെ കൈവിട്ടിട്ടില്ല എന്ന് തന്നെയാണ്. ഒരുപക്ഷെ ഈ ചിന്ത റബ്ബ് നൽകുന്ന അവസാന അവസരമായേക്കാം. 1. ആദ്യം നിങ്ങൾക്ക് എത്ര നിസ്കാരം ഖളാ ഉണ്ടെന്ന് ഒരു ഏകദേശ കണക്കാക്കുക. ഇപ്പോൾ ഒരു വർഷത്തെയാണെങ്കിൽ 365 ദിവസം, അതിൽ ചില ജുമുഅക്കൊക്കെ പങ്കെടുത്തു, പിന്നെ ചില മഗ്രിബൊക്കെ, ബാക്കിയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു 320 ദിവസത്തെ നിസ്കാരമൊക്കെ ഖളാ ഉണ്ടെന്ന് തോന്നുന്നു എങ്കിൽ നിങ്ങൾക്ക് എത്ര ദിവസമാണോ പോകാൻ ചാൻസ് ഉള്ളത് അതിന്റെ ഏകദേശ കണക്ക് ആദ്യം എടുക്കുക. 2. കിട്ടിയ കണക്ക് ഒരു പേപ്പറിലോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലോ മറ്റോ എഴുതിയിട്ടോ ടൈപ്പ് ചെയ്തോ വെക്കുക. 3. ഇനി നിങ്ങൾ ഓരോന്നോരോന്നായി പൂർത്തിയാക്കുന്നതായിരിക്കും ഒന്നുകൂടി എളുപ്പം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ളുഹ്റാണ് എടുത്തതെങ്കിൽ സാധാരണ ളുഹ്ർ നിസ്കാരത്തിന് മുൻപ് ഒരു ഖളാ നിസ്കരിക്കുക, ളുഹ്ർ നിസ്കാര ശേഷമൊന്നും, പിന്നെ അസറിന് മുൻപ് ഒരു ളുഹ്ർ ശേഷവും, അതുപോലെ മഗ്രിബിക്ക് മുൻപ് ഒരു ളുഹ്ർ ശേഷം ഒരു ളുഹ്ർ, ഇങ്ങനെ ബാക്കി ഇശാക്കും സുബഹിക്കൊക്കെ ചെയ്യുക. ഒരൊറ്റ ദിവസം കൊണ്ട് 10 ളുഹ്ർ നമ്മൾ വീട്ടി. ഇങ്ങനൊരു 30 ദിവസം ചെയ്താൽ 10 ഗുണം 30 സമം 300 ദിവസത്തെ ളുഹ്ർ ഒരു മാസം കൊണ്ട് വീട്ടി. ഇങ്ങനെ മറ്റു നിസ്കാരങ്ങളും നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടാം. 4. പിന്നെ ജുമുഅ പോലെയുള്ള ദിവസങ്ങളിൽ കുറച്ച് നേരത്തെ പള്ളിയിൽ പോയി പറ്റുന്ന അത്ര വീട്ടാം. 5. പിന്നെ വെറുതെ സമയം പോവാൻ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയം, വെറുതെ കൂട്ടുകാരുടെ കൂടെ വർത്തമാനം പറഞ്ഞു സമയം കളയുന്ന സമയത്തൊക്കെ ഒന്ന് വീട്ടാൻ ശ്രമിച്ചാൽ ഒരു വർഷത്തെ നിസ്കാരങ്ങൾ ഒരു മാസം കൊണ്ട് വീട്ടാൻ സാധിക്കും ഇൻഷാ അല്ലാഹ്. 6. വീട്ടുന്ന ഓരോ നിസ്കാരവും കണക്ക് രേഖപ്പെടുത്തി വെക്കുക, അല്ലെങ്കിൽ കുറച്ച് ദിവസം നിസ്കരിച്ച് പിന്നെ എത്രയായി എന്നറിയാതെ വീണ്ടും വീണ്ടും നിസ്കരിക്കേണ്ട സാഹചര്യം ഇല്ലാതിരിക്കാൻ. നാളെ മഹ്ശറയിൽ ആദ്യം ചോദ്യം ചെയ്യപ്പെടുക നിസ്കാരത്തെക്കുറിച്ചാണ്. അത് ഓക്കെ ആണെങ്കിൽ ബാക്കിയുള്ളവ എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ പിന്നെയെല്ലാം പ്രയാസം തന്നെ. റബ്ബ് കാക്കുമാറാകട്ടെ. നിസ്കാരം ഒഴിവാക്കി നടക്കുന്നവൻ പട്ടി, നായ എന്നിവയേക്കാൾ മോശമാണെന്നാണ്. ഒരൊറ്റ അസർ ഒഴിവാക്കിയാൽ 40,000 വർഷം നരകത്തിൽ കിടക്കുമെന്നാണ്. റബ്ബ് കാക്കുമാറാകട്ടെ. പരമാവധി ഈ വീഡിയോ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കുക. നമ്മൾ കാരണം ഒരാൾ നന്മ ചെയ്താൽ അതിന്റെ പ്രതിഫലവും നമുക്കുണ്ടാകും. ഒരുപക്ഷെ നിങ്ങൾ കാരണം ഒരു വഖത്തെങ്കിലും ഖളാ വീട്ടിയാലോ, അല്ലെങ്കിൽ ഇനി ഖളാ ആയത് മുഴുവനും വീട്ടിയാലോ, പോയാൽ ഒരു ഷെയർ കിട്ടിയാൽ വലിയൊരു നന്മ. അപ്പോൾ ശരി, ഞാൻ പോയിട്ട് പിന്നെ വരാം ഇൻഷാ അല്ലാഹ്. നിങ്ങളുടെ ദുആയിൽ ഒരു ഗ്യാപ്പ് എനിക്കും തരാൻ മറക്കല്ലേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതുപോലെയുള്ള അറിവുകൾക്കായി ഫോളോ ചെയ്യുകയും ചെയ്യണേ ഹബീബേ.